ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാർട്ട് 3 വീഡിയോ ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. ഇവിടെ ഹോട്ടലിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ ഒരു കഥകളിയുടെ രൂപം ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വരച്ചു വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇന്ന് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളിനി കയറാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്നതാണ് റോസ് ഗാർഡൻ. നമ്മളിപ്പോൾ അതിനുള്ളിലേക്ക് ആ ഗേറ്റിലേക്ക് പോവാണ്, ഉള്ളിലേക്ക് കയറാനായിട്ട്. നമ്മളങ്ങനെ റോസ് ഗാർഡനിലേക്ക് കയറി കേട്ടോ. നമ്മളിനി ഇവിടെ ഫുള്ള് നടന്ന് കാണാനാണ് കേട്ടോ. ഇവിടെ കുറേ റോസുകളുണ്ട്, പല വെറൈറ്റികളാണ് കേട്ടോ ഉള്ളത്. ഇവിടെ പല വെറൈറ്റി റോസുകളാണ് കേട്ടോ ഉള്ളത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചെറിയ മഴയുണ്ട് കേട്ടോ. ഇന്ന് ഫുൾ മഴയാണെന്ന് തോന്നുന്നു. പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് എല്ലാവരും റെയിൻകോട്ട് കാണിച്ചു കേട്ടോ. പല വെറൈറ്റി കളറുകളിലുള്ള റെയിൻകോട്ടുകളാണ് കേട്ടോ. ഈ കാണുന്നത് പല വെറൈറ്റികളിലുള്ള ആന്തൂറിയമാണ് കേട്ടോ. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റികളുള്ള ഓർക്കിഡുകളാണ് കേട്ടോ. ഈ കാണുന്നത് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചസ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർണമെന്റൽ പൈനാപ്പിൾ. ഈ കാണുന്നത് ഓർണമെന്റൽ പൈനാപ്പിൾ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ലിസിയാന്തസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഞാനൊന്നും ഇതുവരെ ഈ ചെടിയെ കണ്ടിട്ട് പോയിട്ടില്ല. ഇവിടുന്ന് നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കെമിക്കൽസ് അപ്ലൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും എടുക്കരുതെന്നാണ് പറയുന്നത്, ഫ്ലവേഴ്സ് ഒന്നും. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഫുഷിയ മഗ്ലാനിക്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അവര് ചെറിയൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ചെറിയൊരു ഫിഷ് ഉണ്ട്. എന്ത് ഫിഷാണെന്നത് മനസ്സിലാവുന്നില്ല, പക്ഷെ ഒരു ചെറിയ ഫിഷ് ഉണ്ട് കേട്ടോ. കോഴിക്കാർപ്പല്ല, വേറെ ഏതോ ഒരു ഫിഷാണ് കേട്ടോ. ഗപ്പീസും ഉണ്ട് കേട്ടോ. അതില് ചെറിയൊരു പോണ്ടാണ് കേട്ടോ. അങ്ങ് ദൂരെ ഇവിടെ നിന്നിട്ട് ഒരു ചെറിയ മല ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ചെറിയൊരു മല ഇടിഞ്ഞത് നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ നല്ല പോലെ മല ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് നല്ല പോലെ. എന്ന് പറയുന്നത് ഗ്രീൻ റോസ് ആണ് കേട്ടോ. കാണുന്നെന്ന് പറയുന്ന ഒരു ജാപ്പനീസ് റോസ് ആണ് കേട്ടോ. ഇവിടെ കുറെ ഡാലിയ പൂത്ത് വെപ്പുണ്ട് കേട്ടോ. നോക്കണ്ട, ഹൈഡ്രാഞ്ചി. ഇത് ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ, ഡാലിയല്ല ഹൈഡ്രാഞ്ചിയാണ്. ഇവിടെ കുറെ പൂത്ത് വെപ്പുണ്ട് കേട്ടോ. കുറേ റോസുകളുണ്ട്. ഈ ഭാഗത്ത് കുറേ റോസുകളുണ്ട്, പക്ഷെ ഇതൊന്നും പൂത്തിട്ടില്ല കേട്ടോ. ഫ്ലവർ ചിലതിലൊക്കെ ഉള്ളൂ, ചിലതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല. എനിക്കൊന്ന് മഴ പെയ്തൊക്കെ പോയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഈ ഭാഗത്ത് കുറേ റോസുകളുണ്ട്, കുറേ വെറൈറ്റി റോസുകളാണ് കേട്ടോ. അത് ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ സൈപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അത് ഇങ്ങനെ മുകളിലേക്ക് പോകും.
ഇവിടെ മനോഹരമായിട്ടൊരു ആർച്ചൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ നടക്കുന്ന ഭാഗത്തൊക്കെ നല്ലതായിട്ട് ചെടി കൊണ്ട് തന്നെ അവർ വെട്ടി നല്ല ഷേപ്പിലാക്കി വൃത്തിയാക്കി വെച്ചിരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. വീണ്ടും ജാപ്പനീസ് ക്രിസ്മസ് ട്രീയാ. എന്ന് പറയുന്നത് സ്കാർലറ്റ് കോക്ക് വൈൻ ആണ് കേട്ടോ. അതായത് മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കിടക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ പ്ലാന്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലാന്റിനെ കുറിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ, വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മള് നടക്കുന്ന സൈഡിലൊക്കെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള തടി കൊണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇരിക്കാനായിട്ട് ചെയറുകളൊക്കെ. ഇവിടെയും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചട്ടിയിൽ സൈഡിൽ തന്നെ നമ്മൾ നടക്കുന്ന സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇവിടെ ചെറിയൊരു പോണ്ട് പോലെ മുയലിനെയൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഈ ഫ്ലവറൊക്കെ കാണാൻ ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇറങ്ങുന്നു ഈ ചെടി ഇവിടൊക്കെ ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കൈ ഇവിടെ ചോദിച്ച തരത്തില്ലേ അവര്? കാണത്തില്ല. ഈ കാണുന്നത് നീലക്കുറിഞ്ഞിയാണ് കേട്ടോ. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നീലക്കുറിഞ്ഞിയെ കുറിച്ചുള്ള. ഇവിടെ മാനിന്റെ ഒരു പ്രതിമയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്തുന്ന വണ്ടിയിലും ചെടിയൊക്കെ വെച്ച് നല്ല ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇവിടെ വരയാടിൻ്റെ ഒരു രൂപം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താറിൻ്റെ ഈ ഒരു ഷേപ്പാണ് താറിന് വരുന്നത്. ഇവിടെ ആണെങ്കിൽ വള്ളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇല്ല, നമ്മൾ അതുവഴിയാ വന്നേ. അങ്ങോട്ട് അടച്ചിട്ടേക്കോ. പതുക്കെ പോണേ, അവിടെ അല്ലേ അതിങ്ങനെ.
ഇതിന് പേരൊന്നും വെച്ചിട്ടില്ല. ആണാണ് എക്സിറ്റ് ദിസ് വേ, അങ്ങോട്ട് കയറണം. ജർമ്മനിയാ, ജർമ്മനിയാ, ജർമ്മനി, ജർമ്മനി, ജെറേനിയത്തിനാണ് അജി ജർമ്മനേനിയം എന്ന് പറഞ്ഞേ. ഒരു ചെറിയ കുരുവിൽ കൂടെ കയറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മുയലിന്റെ രൂപത്തിലൊക്കെ ചെടി ആക്കിയിട്ടുണ്ട് കേട്ടോ, പ്ലാന്റുകള്. ഇത് നോളിനയാണ് കേട്ടോ ഈ കാണുന്നത്. നോളിന എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എക്സിറ്റ് ആണ് കേട്ടോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഇത്. ആ വഴിയിൽ ഇവിടെ ചെറുതായിട്ട് ചെറിയ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ. പലതരം കാക്ടസുകളുണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പല വെറൈറ്റികളാണ് കേട്ടോ. അതാ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, പലതരം വെറൈറ്റികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മടക്കാനോ ആ പറഞ്ഞു എന്തായാലും മേടിക്കാൻ പോകാം. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ ചെടി. ബയോളജിയില് പിക്ചർ പ്ലാന്റ്. ഈ കാണുന്നത് ജെറാനിയമാണ് കേട്ടോ, ജെറാനിയം. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സാൻഡൽവുഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ആഫ്രിക്കൻ വയലറ്റ്. ചന്ദനമാണ്, ചന്ദനം 100 80 ഇനി നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ. ഏകദേശം ഇവിടുത്തെ കഴിഞ്ഞു. വൈറ്റ് ആഷ്ലിയ, വെളുത്ത അസിലിയ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ചെറിയൊരു പ്ലാന്റ് പോണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അവര്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ.
ഇവിടുന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. അവിടെ ചെറിയ നമുക്ക് കാണാം, ആ ദൂരെ ചെറുതായിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡൻ ഒക്കെ കണ്ടിട്ട് നേരെ എലിഫന്റ് പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ എലിഫന്റ് റൈഡിനായിട്ട് പോവാണ്. നമ്മൾ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, അവിടെ ചോദിച്ചു നോക്കണം. ഞങ്ങളിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോന്നെ. അതിന് കഴിയുന്നല്ല. അപ്പം ഞങ്ങളിതാ ആന സവാരിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നിട്ട് കാണാം. നമ്മൾ അടുത്ത ലൊക്കേഷൻ മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ പോന്നെ. അപ്പോൾ പോകുന്ന വഴിക്കൊരു കുതിര റൈഡ് കണ്ടു. അപ്പോൾ അതിൽ കയറുകയാണ് കേട്ടോ. പ്രിയയും കൊച്ചോട്ടിയും കൂടെ കയറി. കൊച്ചോട്ടനും കാച്ചും ആദ്യം തന്നെ കയറി കേട്ടോ. ഒരു റൈഡ് പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഈ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ മാട്ടുപ്പെട്ടി ഡാം. രണ്ടുപേരും ഇവിടെ കയാക്കിങ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രിയയും കൊച്ചുകൂട്ടനും കൂടെ കയാക്കിങ് ആണ് ചെയ്യുന്നത്. അവർക്ക് ഏത് വഴിക്ക് പോകുമെന്ന് അറിയത്തില്ല, പോയിട്ട് വരുമായിരിക്കും. ഞങ്ങളിതാ ഇവിടെ ബോട്ടിങ് ചെയ്യാനായിട്ട് എല്ലാവരും മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടത്തെ ബോട്ടിങ്ങിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ബോട്ടിങ് ചെയ്യാനായിട്ട് കല്ലുണ്ട്, കൊച്ചുകുട്ടിയുണ്ട്, ഞാനും കാച്ചുകൂട്ടനും. അച്ഛനമ്മയും വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. വെള്ളം പേടിയാന്ന് അച്ഛനും അമ്മയ്ക്കും. നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലുള്ള ബോട്ടിങ് ചെയ്യാണ് ഡാമിലൂടെ. പ്രിയയും കൊച്ചുകൂട്ടനും അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ പോകുന്നുണ്ട് കേട്ടോ. ദാ ഈ പോകുന്നത് അവരാണ് കേട്ടോ. കൊച്ചുകൂട്ടനും പ്രിയയും കൂടെ. കൊച്ചുകൂട്ടനും പ്രിയയും അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് നമ്മുടെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുക. ഹായ് ഹായ്. ക്ഷീണിച്ചോ? നിങ്ങൾ എങ്ങോട്ടാ പോന്നെ? ഇന്ന് വല്ല എത്തുവോ തിരിച്ച്? ഇതിനപ്പുറം എല്ലാം കാടാണ് കേട്ടോ. ഇവിടൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഡാമിന് അകത്തിലൂടെ ഓപ്പോസിറ്റ് നീന്തി കിടക്കും ആനകളൊക്കെ. ഈ ഡാമിന്റെ ഈ ഭാഗത്തോടെയൊക്കെ ആനകളൊക്കെ നീന്തി കിടക്കുന്നതാണ് കേട്ടോ. അപ്പുറേ കരക്കത്തേക്ക് കാട്ടുപോത്തൊക്കെ വരും ഇല്ലേ ഏട്ടാ? കാട്ടുപോത്തൊക്കെ വരില്ലേ ഇവിടെ? കാട്ടുപോത്ത്, പിന്നെന്തൊക്കെയാ? പുലി, കടുവ എല്ലാം വരും അല്ലേ? കൊച്ചൂട്ടനും പ്രിയ എന്തുകൊണ്ട് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. കൊച്ചൂട്ടനും പ്രിയാണ് കേട്ടോ. പോന്നെ അതിൽ പോകുന്നതിന്റെ ആ മോളി ഭാഗത്തേക്ക് നല്ല വ്യൂ ആണ്. അവിടെ ഒരു നല്ല കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ താഴേക്ക്. ഹോയ് 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 ഹോയ്.
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. പ്രിയ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കയാക്കിംഗ് തുഴയാൻ പഠിച്ചോ? ബോട്ടിംഗ് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? കയ്യിലെടുക്കുമ്പോ എന്തുവാ കളറ്? വെള്ള കളറാ. കാച്ചുകുട്ട, വെള്ളത്തിന്റെ കളർ എന്ത്? പച്ച. വെള്ളം കയ്യിലെടുക്കുമ്പോഴോ? ബ്ലൂ. ഇതാ കാണുന്നതാണ് കേട്ടോ ഇവിടത്തെ ഡാം. മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. ഇത് ഇപ്പൊ വെള്ളം ഇവിടെ തുറന്നു വിട്ടേക്കാണ് കേട്ടോ. മാട്ടുപ്പെട്ടി ഡാമില് വെള്ളം കൂടുതലാണ്. ഇപ്പൊ വെള്ളം കേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വെള്ളം തുറന്നു വിട്ടേക്കാണ് കേട്ടോ. ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്റെ കൊച്ചോട്ടനും പ്രിയയും കൂടെ ഇത് വരുന്നുണ്ട് കേട്ടോ. വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ അപ്പുറത്തൊരു സ്പീഡ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇനി അതൊന്ന് പോയി നോക്കണം. അപ്പോൾ നമ്മളിവിടെ സ്പീഡ് ബോട്ടിംഗ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട്. പ്രിയയും കാച്ചും കൊച്ചൂട്ടനും എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിനി സ്പീഡ് ബോട്ടിംഗ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ എൻട്രി ഫീസ് എടുത്തിട്ട് സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ മഴയില്ലെങ്കിൽ മാത്രമേ സ്പീഡ് ബോട്ട് കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് നോക്കാം. മഴയില്ലെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം. വാ. ബോട്ടിങ്ങിന് നമ്മളവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അവർ മഴ പെയ്യുമോ നോക്കിയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ സ്പീഡ് ബോട്ടിങ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ആ റെസ്റ്റോറൻറ്റിൽ പോയി, മുന്നിൽ കാണുന്ന ആ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സ്പീഡ് ബോട്ടിങ്ങിനായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. നമ്മൾ താഴെ എത്തിയപ്പോൾ ഏഴ് പേരുടെ ബോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞിനെ പോലും മടി വെക്കാൻ പറ്റത്തില്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് 2 ബോട്ട് എടുക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോവാണ്. 7 പേരുടെ ഒരു ബോട്ട് എടുത്തിട്ട്, സ്പീഡ് ബോട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ അതിൽ ട്രാവൽ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് ഇതേ താഴേക്ക് പോവാണ് കേട്ടോ. ഇതാണ് താഴേക്ക് പോകാനുള്ള വഴി. ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഇതാണ്. കാച്ചുകുട്ട, എങ്ങനുണ്ട്? കൊള്ളാമോ? കൊച്ചൂട്ടി എങ്ങനുണ്ട്? കൊള്ളാമോ? പറ്റത്തില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല.
എക്സ്പീരിയൻസ് ബോട്ട് എക്സ്പീരിയൻസ് സ്പീഡ് ബോട്ട് എങ്ങനെയാണോ കൊച്ചേട്ടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അടിപൊളി ബോട്ട് എക്സ്പീരിയൻസ് കൊള്ളാ കൊച്ചിട്ടി അതാരാ ഇതുകൊണ്ട് അതാരാ അപ്പൂപ്പൻ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ ഇനി കാണുന്നവരേക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുകൂടാതെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.